ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠി, വിധികർത്താക്കളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ സ്നേഹം ഞാൻ കൂട്ടുകാരെ, ക്രിസ്തുവേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആർക്കും ആരെയും സഹായിക്കുവാനോ ശ്രദ്ധിക്കുവാനോ താല്പര്യമോ നേരമോ ഇല്ലാത്തതും അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പഠിപ്പിക്കലുള്ള താൻ പോരുമ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നന്മ മരങ്ങൾ ഏറെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുമ്പോൾ തന്നെ നന്മ വറ്റിപ്പോകുന്ന മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടെ ലോകമോ ഇതെന്ന് സംശയിക്കത്തക്ക വിധമുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും അനുദിനം അരങ്ങേറുന്ന. അപ്രകാരം ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് മുന്നിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്നത്. നന്മ ചെയ്യുന്ന നാം മനസ്സിലാവരുത് എന്ന നമ്മുടെ വിഷയത്തിനെ കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം. ഒന്നാമതായി, നന്മ ചെയ്യുന്ന ജീവിത വൃദ്ധമാക്കണം. നന്മ ചെയ്യുന്ന ജീവിത വൃദ്ധമാക്കണമെങ്കിൽ എന്താണ് നന്മ എന്ന് അറിയണം. നന്മ എന്നതിന് ഗുണപരമായത് എന്നാണ് വിവക്ഷ. എല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് തങ്ങൾക്ക് സ്വന്തമാക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പരിശ്രമിക്കുന്നത്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആരും തൻ്റെ കാര്യം മാത്രം നോക്കരുത്, അയൽക്കാരൻ്റെ കാര്യം നോക്കണമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. നിർബന്ധത്താലോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ല നാം നന്മ ചെയ്യുക, പിന്നെയോ അതൊരു ശീലമാവേണ്ടതില്ല. നല്ല അയൽക്കാരൻ ആരെയും ചോദ്യത്തിന് വീണയെടുക്കുമ്പോൾ അല്ലെങ്കിൽ വേദനയിലായിരിക്കുമ്പോൾ മതവർഗമേ അരികിലെത്തി ആശ്വാസം പകരുന്നവനാകണമെന്നാണ് വലിയവനായ ഗുരു ഉപമയെ കൂടി നമുക്ക് നൽകിയ മറുപടി. ദൗർഭാഗ്യവശാൽ ഇക്കാലത്ത് അപ്രകാരമുള്ള മാതൃക കണ്ടെത്തുക പ്രയാസമാണ്. തിന്മയുടെ അതിപ്രശ്നമാണ് എല്ലായിടത്തും. നന്മ ചെയ്യുന്ന ജീവിത വൃദ്ധമാക്കണമെന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തു നടന്നു തീർത്ത വഴിയിലൂടെ നടന്നു തുടങ്ങുവാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ക്രിസ്തു കാണിച്ചെന്ന മാതൃക നന്മ ചെയ്യുന്ന നാം മനസ്സിലാകാതിരിക്കുക പ്രേരകമാകുന്നത് നിസ്തർക്കമാണ്. അങ്ങനെ നന്മ ചെയ്യുന്ന ജീവിത വൃദ്ധമാക്കുവാൻ നമുക്ക് ഇടയാണ്. രണ്ടാമതായി, നന്മ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവമക്കളാകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നു: ഇങ്ങനെ അറിയാൻ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പുകഴ്ത്തുവാൻ തക്കണം. നിങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിൽ വിളകട്ടെ എന്ന്. നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണം. നമുക്ക് മറ്റുള്ളവർ ക്ഷമിക്കാൻ കഴിയണം. വിശുദ്ധ വിവാഹ കൂദാശയിൽ കിരീടമഴവിൻ്റെ ക്രമത്തിൽ പ്രകാരം പ്രാർത്ഥിക്കുന്നു: കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനും ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നുവെന്ന്. ഈ പ്രാർത്ഥന ദൈവത്തിന് മനുഷ്യരോടുള്ള ക്ഷമയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ക്ഷമയിലൂടെ നമുക്ക് ദൈവമക്കളാകാം. ദൈവം ആരുണ്ടെന്ന് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പകയോട് ഇടപെടുന്ന മനുഷ്യരെയാണ്. നിസ്സാര കാരണത്തിൻ പേരിൽ പോലും മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യ സമൂഹത്തെയാണ് നാം ഇന്ന് കാണുന്നത്. മനുഷ്യരെക്കാൾ തിരിച്ചറിവ് മൃഗങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് തെറ്റില്ല. കാരണം 2025 ജൂൺ മാസം 25-ാം തീയതി ഒരു ദിനപത്രത്തിൽ ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന നായയുടെയും കടുവയുടെയും ചിത്രം നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. നായ വേട്ടയാടുന്നതിനിടെ 2 പേരും ഒരു കുഴിയിൽ പെട്ടതാണ്. കടിച്ചുകൂടാൻ അവസരമുണ്ടായിട്ടും ആപത്തിൽപ്പെട്ട നായയെ കടുവ വെറുതെ വിട്ടു. മനുഷ്യരായിരുന്നുവെങ്കിൽ തക്കം പാർത്തിരുന്ന് ശത്രുവിനെ ആക്രമിച്ചിരുന്നു. പരിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കരുതെന്ന് കൈസരിയായ മഹാനായ ബസിലിയൂസ് പറയുന്നത്. ഒരു കുടം വെള്ളം കൊടുക്കുക, ഒരൊപ്പം പങ്കിടുക, ഒരു ദരിദ്രനെ സന്തോഷിപ്പിക്കാം. ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വമായി കാണപ്പെടുന്നുവെന്ന്. അങ്ങനെ നന്മ ചെയ്യുന്നത് നാം മനസ്സിലാകാതിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനയെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജീസസ് ക്രൈസ്റ്റ്.